നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ, നല്ലൊരു കുട്ടീനെ, അത്യാവശ്യം ഫസി ഒന്നും ആവാതെ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒബേ ചെയ്യുന്ന, നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാൽ ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളമൊക്കെ ഒന്നും ഉണ്ടാക്കാത്ത ഒരു കുട്ടിയായിരിക്കും നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. പക്ഷെ അത്തരത്തിൽ നമുക്ക് കുട്ടികളെ വളർത്തിയെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് പോസിബിൾ ആക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ആദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എത്ര നേരത്തെ ഇത് തുടങ്ങാൻ പറ്റുമോ അത്രയും നല്ലത് എന്നേ പറയുള്ളൂ. അത് പ്രഗ്നൻസി ടൈം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വേണം എന്നുവെച്ചാൽ നമുക്ക് പോസിബിൾ ആണെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പ്രഗ്നൻ്റ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. അതായത് നമ്മൾ കുട്ടികളോട് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും കേട്ടോ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഒന്ന് വയറിലിങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ അവരെ ഒന്ന് എന്താ പറയുക, നമ്മൾ തലോടില്ലേ അല്ലെങ്കിൽ തട്ടി ഉറക്കുന്ന രീതിയിലോട്ട് അവരെ ഇങ്ങനെ തട്ടി ഉറക്കുന്ന പോലെ ചെയ്യുക. അല്ലെങ്കിൽ വല്ല പാട്ട് കേൾക്കുക. നിങ്ങൾ ആ വഴക്കിൽ ഇൻവോൾവ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ മാറി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പാട്ട് കേൾക്കാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ്, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക, അങ്ങനെയാണ് അവയെന്നൊക്കെ പറയാം. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാ അമ്മമാരും ഇത് ചെയ്യുന്നതാണ്. കൂടുതലും ഇപ്പോൾ ഒക്കെ അച്ഛന്മാരും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു നല്ല സൈൻ തന്നെയാണ്. പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, കുട്ടികൾ ജനിച്ചു തുടങ്ങുമ്പോൾ അവരുടെ എന്താ പറയുക ഉറക്കമില്ലായ്മയും, പിന്നെ അവരുടെ ബാക്കി നമുക്കൊരു പുതിയൊരു കുട്ടി നമ്മുടെ കയ്യിൽ വരികയല്ലേ. അപ്പോൾ നമുക്ക് വരുന്ന കുറേ മാറ്റങ്ങളും ബ്രസ്റ്റ് ഫീഡിങ്ങും എല്ലാം കൊണ്ട് നമുക്ക് അവരെ ആ വേണ്ടത്ര നമ്മൾ എങ്ങനെയായിരുന്നോ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടായിരുന്നത് അത്രത്തോളം നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ പറയുന്നത് ഓമനിക്കുന്നതിൻ്റെയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഒരു കുട്ടിയുടെ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ അവരോട് നമ്മൾ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊഞ്ചിച്ചതുകൊണ്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവില്ല. അതിന് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ വേണം. മറ്റുള്ളവർക്ക് കണ്ടാൽ തോന്നും, അയ്യേ ഇതെന്താ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കും. പുറമേ ഉള്ള ഒരാളോ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ഒരാളോ വിചാരിക്കുമായിരിക്കും. പക്ഷേ ഒരിക്കലും നിങ്ങളത് മോശം വിചാരിക്കേണ്ട. നിങ്ങളുടെ കുട്ടിയെടുത്ത് ഇപ്പോൾ ഒരു ഞാൻ പറയുന്നത് 28 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയുടെ അടുത്താണെങ്കിലും നമ്മളിങ്ങനെ തൊട്ടിലൊക്കെയാണ് കിടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബെഡിൽ കൂടെ കിടത്തുന്ന കുട്ടിയൊക്കെ ആണെങ്കിലും നിങ്ങൾ തുറന്നിട്ട് എന്നുവെച്ചാൽ ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് നമ്മളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഭയങ്കര സ്മൈലോട് കൂടിയിട്ട് നമ്മുടെ ഒരു ഗുഡ് മോർണിംഗ് കേൾക്കുമ്പോൾ അവർക്ക് 1 വയസ്സാകുമ്പോഴേക്കും ആ ഗുഡ് മോർണിംഗ് അവർ യൂസ്ഡ് ആയിക്കോളും. അല്ലെങ്കിൽ ഒരു 6 മാസം ആകുമ്പോഴേക്കും തന്നെ അത് യൂസ്ഡ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മുഖത്തോട് കൂടിയിട്ട് ചിരിച്ച മുഖത്തോട് കൂടി ചിരിയോട് കൂടിയിട്ട് സോഫ്റ്റ് വോയിസിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അവരത് പിന്നീട് കൈകാലിട്ട് അടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അത് തുടങ്ങിക്കോളും. അപ്പോൾ അതൊരു ശീലമാക്കുക കേട്ടോ. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതൊക്കെ നന്നായിട്ട് കുട്ടികളോട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, എവിടെ പോവുക, അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ചെറിയ വാക്കുകളൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏർലി കുട്ടികളിലുള്ള പാരൻസിനാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് വാശി എന്ന് പറയുന്നത്. അത് കുറച്ച് ടോഡ്ലർ സ്റ്റേജിലുള്ള കുട്ടികളുടെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ടോഡ്ലർ സ്റ്റേജിലുള്ള കുട്ടികൾക്ക് മാക്സിമം വാശി ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുന്നത് എന്ന് നോക്കിയാൽ, നമ്മൾ ഒരിക്കലും കുട്ടികളോട് ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് ഞാൻ നിനക്ക് തരില്ല, TV കാണണം പറഞ്ഞാൽ TV ഞാൻ തരില്ല അല്ലെങ്കിൽ വെച്ച് തരില്ല എന്ന് പറയുകയാണെങ്കിൽ അവരത് ഒരിക്കലും സമ്മതിക്കില്ല. അവർ ഭയങ്കരമായിട്ട് നിലവിളിക്കലും കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2-3 ട്രിക്സ് അതിന് ഉപയോഗിക്കണം. ചില കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഭക്ഷണം കഴിക്കുമ്പോൾ നിർബന്ധമായിട്ട് മൊബൈൽ ഫോൺ കിട്ടിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ നമുക്കതിന് എന്താ ചെയ്യാൻ പറ്റുക? ഒരു ഹോട്ടലിൽ പോയാലും ഭക്ഷണം കഴിക്കുന്നത് മൊബൈൽ ഫോണിലായിരിക്കും, വീട്ടിലാണെങ്കിലും മൊബൈൽ ഫോണിൽ, കല്യാണത്തിന് പോയാലും മൊബൈൽ ഫോണിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ട്രിക്കി ആയിട്ട് നമുക്ക് പറയാം, എന്താണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യണം കേട്ടോ. അവർ എപ്പോഴും കഴിക്കുന്ന ക്വാണ്ടിറ്റി അവർ കഴിച്ചു എന്ന് വരില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളത് കൊടുക്കാൻ ശ്രമിക്കണം നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ ഒരു നേരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് മനസ്സിന് നമ്മൾ പാകപ്പെടുത്തണം കേട്ടോ. പേഷ്യൻസ് ആണ് അമ്മമാർക്കും അല്ലെങ്കിൽ പാരൻസിന് ആർക്കാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ, അയ്യോ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിക്കോളൂ, ഇത് ഓൺ ആവുന്നില്ല. ശരിക്കും ജെനുവൻലി പറയാം, ഇത് ഓൺ ആവുന്നില്ല. നെറ്റ് ഓഫ് ചെയ്തിട്ട് പറയാം, നെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, നെറ്റ് ഓൺ ആവുന്നില്ല, അയ്യോ എന്താ ചെയ്യാൻ നോക്കട്ടെ, അമ്മ നോക്കിയിട്ട് തരാട്ടോ പറയും. ഇല്ല എനിക്ക് വേണം പറയണേ, ഓക്കെ നമുക്ക് നോക്കാം, അമ്മ നോക്കിയിട്ട് തരാം എന്ന് പറയുമ്പോൾ ആ കുട്ടി, അത് ടോഡ്ലർ സ്റ്റേജിലുള്ള കുട്ടിയാണെങ്കിൽ ആദ്യം കുറച്ച് ഫസി ആയാലും അവൻ്റെ മനസ്സ്
അത് അക്സെപ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് വാശി കാണിക്കുകയാണെങ്കിൽ നമ്മളത് കൊടുക്കുമ്പോൾ പിന്നെ ഒരിക്കലും അവരതിൽ അക്സെപ്റ്റ് ആവില്ല. കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതേ ഉള്ളൂ. അവിടെ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അയ്യോ കണ്ണ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ, ഓക്കെ നമുക്ക് ഇന്നിപ്പോൾ കുറച്ച് ഭക്ഷണം കഴിക്കണ്ട, നമുക്ക് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നെറ്റ് വരുന്നുണ്ടോ നോക്കാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറയാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഭക്ഷണത്തിലാവുമ്പോഴാണ് അവർ പറയുന്ന വാശിക്ക് നമ്മൾ കോംപ്രമൈസ് ആവുന്നത്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. അതുപോലെ ടി വി കാണണം. ചില കുട്ടികളുണ്ട് ടി വി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടി വി കാണണം എന്ന് പറയുമ്പോൾ ഓക്കെ ടി വി ഇപ്പോൾ വെച്ച് തരാം, ഇനി ഇന്നത്തെ ദിവസം ടി വി വെച്ച് തരില്ല എന്ന് പറയുമ്പോൾ അവരത് സമ്മതിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഈ ടി വി എന്ന് പറയുന്നതിൻ്റെ കേബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ ഉരുട്ടിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കുക, റിമോട്ട് കൊടുക്കുക. ഇതല്ലേ ഓൺ ആക്കുന്നത്, ഇത് ഓൺ ആക്കിയിട്ട് വരുന്നില്ല, എന്താ ചെയ്യുക, നമുക്ക് ഏതെങ്കിലും ആൾക്കാർ മെക്കാനിക്സിനെ വിളിച്ചിട്ട് അത് ശരിയാക്കാം എന്ന് പറയാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുക, എന്നിട്ട് ചെക്ക് ചെയ്യാൻ നോക്കുക 1-2 തവണ. അതായത് നാളെയും അതുപോലെ തന്നെ ടി വിക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന രീതിക്ക് അവരെ ബിൽഡ് ചെയ്തുകൊണ്ട്, അപ്പോൾ ആ ഒരു ദിവസം അവരത് അംഗീകരിച്ചാൽ തന്നെ നമ്മൾ വിജയിച്ചു എന്നാണ് അതിനർത്ഥം കേട്ടോ. ഇത് ടോഡ്ലറിൻ്റെ കേസാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും ഒരു വൈറ്റ് പേപ്പറാണ്. നമ്മൾ പറയുന്നത് ശരിക്കും ഒരു വൈറ്റ് പേപ്പറാണ്. നമ്മളാണ് അതിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ കൺവീനിയൻസിനാണ് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്നതിൽ വരുന്ന എന്തൊക്കെയോ മിസ്റ്റേക്കുകളും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് അവർക്കിതൊരു റൊട്ടീനായി മാറുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ അതുപോലെ തന്നെ തിരിച്ചും ചെയ്താൽ അവർക്ക് പെട്ടെന്ന് തന്നെ അതിലോട്ട് പതിഞ്ഞോളും, അവരുടെ ആ മൈൻഡിലോട്ട് അത് പതിഞ്ഞോളും. ഒരു കുട്ടിയും ഫസിയായിട്ട് ജനിക്കുകയും അല്ലെങ്കിൽ ഒരു കുട്ടിയും പ്രോബ്ലമാറ്റിക്കായിട്ടോ മാറുന്നില്ല. അസുഖങ്ങൾ വേറെ കേട്ടോ, അതല്ലാണ്ട് നോർമലി ഉള്ള കേസസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നിങ്ങളായിട്ട് തന്നെ അറിഞ്ഞ് എന്തെങ്കിലും ഇപ്പോൾ കുട്ടി എവിടേക്കെങ്കിലും പോകണം എന്ന് പറയുകയാണ്, ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പാർക്കിലോട്ട് പോകണം അല്ലെങ്കിൽ ഇന്ന ടോയ് വാങ്ങിക്കണം എന്ന് പറയുന്നതിൻ്റെ മുൻപ് തന്നെ അവർക്ക് എന്തെങ്കിലും ചെറുത് വാങ്ങിച്ചു കൊടുക്കുക. ഓക്കെ ഇതാണ് സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഗിഫ്റ്റാണ് കേട്ടോ, ഇനി അടുത്തതേ ഗിഫ്റ്റ് തരില്ല കേട്ടോ, ഇനി ഇടയ്ക്കതൊന്നും ടോയ്സ് ഒന്നും. ചില കുട്ടികൾ ഭയങ്കര ടോയ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛന്മാർ പുറത്ത് പോയിട്ട് വരുമ്പോൾ ടോയ് കൊണ്ടുവന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു തവണ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ട് ആ ചോക്ലേറ്റ് നമ്മൾ കൊടുക്കുക. വേറെ ആരെങ്കിലും ഒരു ചോക്ലേറ്റ് കൊടുത്താൽ ഓക്കെ ഇത് അച്ഛൻ കൊണ്ടുവന്നാണ്, ഇനി അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരില്ല എന്ന് പറയുക. അപ്പോൾ അതൊരു 2 ഡേയ്സ് ആവർത്തിക്കുമ്പോൾ ഓക്കെ അവർക്കത് മനസ്സിലാവും, ഓക്കെ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ചോക്ലേറ്റൊക്കെ കഴിക്കുന്നതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. മീൻസ് അങ്ങനെയല്ല, ഒരു ഗിഫ്റ്റ് നമ്മൾ കിട്ടുന്നു അത് റൊട്ടീൻലി കിട്ടണമെന്ന് പറയുന്ന ആ ഷാഠ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയും അപ്പുറത്തേക്കാണ് കേട്ടോ അവർ പ്രോസസ്സ് ചെയ്യുക. അവർ പല കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞാലും അവർ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പം അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത് അവരുടെ കാര്യങ്ങളെ ഒന്നും. അപ്പോൾ നമുക്ക് അങ്ങനെ അവരെ പറഞ്ഞു തിരുത്താൻ പറ്റും. അതുപോലെ തന്നെയാണ് ചോക്ലേറ്റിൻ്റെ കേസുമൊക്കെ നമുക്ക് ടി വിനെ പോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ചോക്ലേറ്റുകൾ മേടിച്ച് വയ്ക്കുക. എന്നുവെച്ചാൽ വലിയൊരു ചോക്ലേറ്റ് കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ ചെറിയ ചോക്ലേറ്റ് മേടിച്ച് വയ്ക്കുക, എന്നിട്ട് അതേ ഉള്ളൂ പറയുക. അങ്ങനെ ചോക്ലേറ്റിൻ്റെ എന്നുവെച്ചാൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഡെയിലി കൊടുക്കുന്ന രീതിക്കാണെങ്കിൽ ആക്കുക. പിന്നെ കഴിഞ്ഞു എന്ന് പറയാം, ശരി വാങ്ങിക്കാൻ പോകാം എന്ന് പറയാം, കട അടച്ചിരിക്കുകയാണ് പറയാം, ഫോൺ ചെയ്യുന്ന പോലെ മിമിക് ചെയ്യാം, അയ്യോ കട എന്താ ചെയ്യുന്നത് അങ്ങനെ ചോദിക്കാം. കട അടച്ചിരിക്കുകയാണോ, നിങ്ങൾ എപ്പോഴാണ് തുറക്കുക, നാളെ തുറക്കോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് ജസ്റ്റ് മിമിക് ചെയ്തിട്ട് അവരെ പറ്റിക്കാം. ബേസിക്കലി ഇത് പറ്റിക്കലാണല്ലോ. പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ് വശം അവരുടെ ഹെൽത്താണ്. പിന്നെ സ്ലോലി ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയും കൂടെ വേണം. നിങ്ങൾ ചോക്ലേറ്റ് കഴിച്ചാൽ പല്ലിൽ കേടുവരും, പല്ലിൽ കേടുവന്നാൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും, അവിടെ കിടന്നാൽ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ കഴിക്കുക. ഇത് ആദ്യത്തെ ദിവസം തന്നെ അവരിലോട്ട് ഫീഡ് ചെയ്യരുത് കേട്ടോ. ചോക്ലേറ്റ് തരാത്ത ഇന്ന കാരണം കൊണ്ടാണെന്ന് ഫീഡ് ചെയ്യരുത്. നമ്മൾ ചോക്ലേറ്റ് കൊടുത്ത് അവരൊരു സ്റ്റേജ് കുറഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് ഇത് പറയേണ്ടത് കേട്ടോ. പിന്നെ അടുത്തത് പാരൻസിനായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷനിൽ നിന്നും എന്ത് കാര്യം ഒരു വ്യക്തിയുടെ ഉണ്ടോ ഞാൻ പറയുന്നത്, ഏത് വ്യക്തിക്കും എനിക്കൊരു ഐഫോൺ കിട്ടും എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഐഫോൺ കിട്ടിയില്ല, അതിന് പകരം എനിക്കൊരു ഏതെങ്കിലും ഒരു നോർമൽ ഫോൺ കിട്ടുമ്പോൾ എനിക്ക് വിഷമാവും.
സ്വാഭാവികമായിട്ടും. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഹൈയിൽ എനിക്കൊരു ഐഫോൺ ആയിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു സാധാരണ ഫോണാണ് എനിക്ക് കിട്ടിയതെന്ന് വിചാരിക്കൂ. അപ്പോൾ എനിക്ക് വിഷമാവും. ഇതേ സമയത്ത് ഞാൻ ഒന്നും പ്രതീക്ഷിക്കാത്തിടത്ത് എനിക്കൊരു ഫോൺ കിട്ടുകയാണെങ്കിലോ, അത് എന്ത് ഫോണോ ആയിക്കോട്ടെ, എനിക്കൊരു ഫോൺ കിട്ടുകയാണെങ്കിലോ ഞാൻ ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻസ് ആണ് അൾട്ടിമേറ്റ്ലി എല്ലാത്തിൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടി ഇത്ര ഭക്ഷണം കഴിക്കും, ഇത്ര ചോക്ലേറ്റേ കഴിക്കുള്ളൂ, ഇന്നതേ കാണുള്ളൂ എന്ന് ചിന്തിക്കേണ്ട. നമുക്കതിനെ ട്രൈ ചെയ്യാം എന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ ചുറ്റുപാടുകളും ഒക്കെ അതിന് സപ്പോർട്ടാവണം. നിങ്ങളുടെ ഇൻലോസും നിങ്ങളുടെ ഹസ്ബൻഡും ഒക്കെ സപ്പോർട്ടാവണം അല്ലേ. ഇനി സപ്പോർട്ട് ആയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി എങ്ങനെ വളരണം നിങ്ങൾ പ്രീഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നിങ്ങൾക്ക് എത്തിക്കണം എന്നും അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അടിയുണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അയ്യോ ഇത് കൊടുക്കരുതെന്ന്, ഭയങ്കര മാന്യമായിട്ട് ഇത് കൊടുക്കരുത് എന്ന് പറയാം. ഇനി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടികളോട് വരെ ഇപ്പോൾ ഈവൻ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മോള് ഇന്ന രീതിയിൽ വളരണം, ചോക്ലേറ്റ് അധികം കഴിക്കാൻ പാടില്ല, ടി വി അധികം കാണാൻ പാടില്ല എന്ന് പറയുന്നൊരു ക്രൈറ്റീരിയ ആണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാനത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മുന്നിൽ വെച്ചും പറഞ്ഞാൽ എൻ്റെ ഇൻലോസിന് അത് മനസ്സിലാവില്ല. അവർ ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വരും, അവൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ അവളെ പേഴ്സണലി വിളിച്ച് പറയും, നീ കഴിച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ വയറ് വേദനിക്കണു എന്നൊക്കെ പറഞ്ഞ് അവളുടെ സ്റ്റൊമക്ക് കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള സ്റ്റൊമക്കാണ്. അതെന്ന് വെച്ചാൽ ബാത്റൂമിൽ പോകുന്നൊന്നും അത്ര കറക്റ്റായിട്ട് പോവില്ല ഇങ്ങനെ ബേക്കറി സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് ചെറുതായിട്ട് വയറ് വേദനിക്കുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മീൻസ് വയറ് വേദനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നിനക്ക് തന്നിട്ട് ആര് തന്നാലും അത് കഴിച്ചാൽ വയറ് വേദനിച്ചാൽ എന്നോട് പറയരുത്. നീ കഴിച്ചത് നിൻ്റെ ഇഷ്ടം, ആരാണോ തരുന്നത് അവരോട് പറയുക, എന്നോട് പറയരുത് എന്ന് പറയാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞാൻ എന്നെയാണ് അവളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ടെൻഷനാവും, ഓ വേണ്ട, അപ്പോൾ ആരെങ്കിലും തരുമ്പോൾ വേണ്ട അമ്മ അത് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അത് ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ച് മോളോട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. ഒരു 1 ഇയർ കഴിഞ്ഞത് ഞാൻ മോളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ 1 ഇയറിൽ തന്നെ എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഇൻലോസിനോടാണ് ഫൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ഒരു 2 ഇയേഴ്സ് നിയർലി 2 ഇയർ ഒക്കെ ആകുമ്പോഴേക്കും മോൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. 1.5 വയസ്സ് കഴിഞ്ഞതും അവൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഞാൻ അവളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞാൻ അവൾക്ക് ഒരു ലോ ക്വാണ്ടിറ്റിയിൽ മേടിച്ചു കൊടുക്കാറുണ്ട്. ഞാനായിട്ട് തന്നെ അത് അവൾക്ക് കൊടുക്കാറുണ്ട്. മീൻസ് ഞങ്ങൾ തമ്മിൽ മാത്രം പോകുന്ന പേഴ്സണൽ യാത്രകളിൽ അവൾക്ക് എന്ത് വേണ്ടാന്ന് പറയുന്നോ അതിൻ്റെ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഇതാ കഴിച്ച് നോക്കിക്കോളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അവൾക്കറിയാം ഞാൻ കൊടുക്കും, ഇന്ന ക്വാണ്ടിറ്റി കൊടുക്കും എന്നുള്ള ട്രസ്റ്റ് എൻ്റെ മേലെ ഞാൻ എപ്പോഴും ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ടി വിയുടെ കേസ് കേട്ടോ. മോളും അത്ര ടി വി കണ്ടിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡൊന്നുമില്ല. പക്ഷേ പുള്ളി ബാഹുബലി എന്ന് പറയുന്നതിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഇടയ്ക്ക് ഡെയിലി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ബാഹുബലി അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് കുറച്ച് ടി വി അഡിക്റ്റഡ് ആവാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഒരു 3 ഇയറാണ് ഇപ്പോൾ അവളുടെ പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടി വി എന്ന് പറയുന്നതിൽ അഡിക്റ്റഡ് ആവാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് കേട്ടോ, ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നടന്നതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് അതിൽ അഡിക്റ്റഡ് ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ശരി നീ ടി വി കണ്ടോളൂ, അങ്ങനെയാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ഞങ്ങൾ തിയേറ്ററിൽ ഭയങ്കര പ്രേമലു പോലുള്ള സിനിമകൾക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് പുള്ളിക്കാരത്തിന്. അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ എന്താണ് ട്രെയിലർ ഇറങ്ങുമ്പോൾ അതിൻ്റെ ജോണർ എന്താണെന്ന് നോക്കിയിട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇനി നിന്നെ തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോകില്ല, കാരണം നീ വീട്ടിലിരുന്ന് ടി വി കാണുന്ന ആളാണ്. ഞാനും പപ്പിയൊന്നും വീട്ടിലിരുന്ന് കാണാത്ത ആൾക്കാരാണ്, ടി വി കാണാറില്ല. അപ്പോൾ നീ ടി വി വീട്ടിലിരുന്ന് കാണുകയാണെങ്കിൽ നിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിയേറ്ററിൽ കൊണ്ടുപോവുകയാണെങ്കിൽ 2 ഐസ്ക്രീം, പോപ്കോൺ ഇതൊന്നും കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ഫൈൻ, എനിക്ക് വീട്ടിലെ ടി വി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 വീക്കായിട്ട് അല്ലെങ്കിൽ ഒരു 3 to 4 ഡേയ്സ് ആയിട്ട് പുള്ളിക്കാരത്തി ഇപ്പോൾ ടി വി കംപ്ലീറ്റ്ലി എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ പോലും അല്ലെങ്കിൽ 15 മിനിറ്റ് പോലും കാണില്ല എന്ന് പറഞ്ഞ് ഞാനത് പൂർണ്ണമായിട്ടും ഒഴിവാക്കില്ല. അവൾ ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഇടയ്ക്ക് എന്ന് വെച്ചാൽ 2 ദിവസം കൂടുമ്പോഴോ മറ്റൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ അവൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺസൊക്കെ മീൻസ് യൂട്യൂബിൽ പാട്ടോ മറ്റോ കാര്യങ്ങളൊക്കെ കാർട്ടൂൺസൊക്കെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് വലിയൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ടിപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇനിയും ഒത്തിരി ടിപ്പുകളുണ്ട് കേട്ടോ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. ഞാനത് കുറച്ച് സ്റ്റോറി പോലെ പറഞ്ഞതുകൊണ്ടാണ്. ഇനി ടിപ്പുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്